കഴിഞ്ഞ 3 ദശാബ്ദക്കാലമായി കൃഷിയെ മറന്നുകൊണ്ടുള്ള ജീവിതമാണ് മലയാളി നടത്തിക്കൊണ്ടിരുന്നത്. തീൻമേശകളിലേക്ക് ശീലമില്ലാത്ത ഭക്ഷണങ്ങൾ ഇടം പിടിച്ചപ്പോൾ പാരമ്പര്യ കൃഷിരീതികളെ മലയാളി കൈവിട്ടിരുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷം കലർന്ന പച്ചക്കറികൾ കഴിക്കേണ്ടി വന്നപ്പോൾ, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോഴെല്ലാം ചിലരെങ്കിലും പഴയ കൃഷിരീതികളെയും ഭക്ഷണശീലങ്ങളെയും മുറുകെ പിടിച്ചു. സ്വന്തം വീട്ടുവളപ്പിലെ കൃഷികൾ സജീവമാക്കുകയും ശാസ്ത്രീയ രീതികൾ ഉപേക്ഷിച്ചുകൊണ്ട് പാരമ്പര്യ രീതികളിൽ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. പച്ചക്കറി കൃഷിയുടെ സമൃദ്ധിയിൽ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് വിഷമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ മലയാളിക്ക് നൽകുന്ന വ്യത്യസ്തമായൊരു പെൺകൂട്ടായ്മയാണ് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് വില്ലേജിലെ സമൃദ്ധി വനിതാ ഹരിതാ സംഘം. വീട്ടുജോലികൾ കഴിഞ്ഞ് ഭർത്താവിനെയും കുട്ടികളെയും ഓഫീസിലേക്കും സ്കൂളിലേക്കും പറഞ്ഞുവിട്ട ശേഷം പാടങ്ങളിലേക്ക് ഇറങ്ങുകയാണ് 43 പേരടങ്ങിയ വീട്ടമ്മമാരുടെ ഈ കൂട്ടായ്മ. വീടിനു ചുറ്റും ധാരാളം തരിശുനിലങ്ങൾ പാഴായി കിടക്കുന്നത് എന്തു ചെയ്യാം എന്ന ചിന്തയിൽ നിന്നാണ് സമൃദ്ധി വനിതാ ഹരിത സംഘം രൂപം കൊള്ളുന്നത്. പാഴായി പുല്ലു പടർന്നു കിടക്കുന്ന തരിശുനിലങ്ങൾ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്ന ചിന്ത അവരെ കൊണ്ടെത്തിച്ചത് ചെറിയനാട് കൃഷിഭവനിലായിരുന്നു. പച്ചക്കറി കൃഷിക്ക് മാത്രമായി കൃഷിഭവൻ നൽകി വരുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയാണ് ഈ സ്ത്രീ കൂട്ടായ്മയ്ക്ക് കരുത്തു പകർന്നത്. 8 ക്ലസ്റ്ററായി തിരിച്ചുകൊണ്ടുള്ള പച്ചക്കറി കൃഷി പദ്ധതികളാണ് ചെറിയനാട് കൃഷിഭവന് കീഴിലുള്ളത്. ഒരു ക്ലസ്റ്ററിന് കുറഞ്ഞത് 5 ഹെക്ടർ ഭൂമിയെങ്കിലും വേണം. പല സ്ഥലങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന നിലങ്ങളെല്ലാം ഒന്നിപ്പിച്ച് കൂട്ടായ കൃഷിരീതിയാണ് സമൃദ്ധി വനിതാ ഹരിതാ സംഘം സ്വീകരിച്ചത്. മികച്ച ജലസേചന സൗകര്യത്തിനായി വാൽക്കുളങ്ങൾ അഥവാ ചെറിയ കുളങ്ങൾ സൃഷ്ടിക്കാൻ 4500 രൂപയുടെ പ്രത്യേക ധനസഹായവും ചെറിയനാട് കൃഷിഭവൻ നൽകി വരുന്നുണ്ട്. 1 സെന്റ് സ്ഥലത്ത് കൃഷി ഇറക്കാൻ വള്ളിപ്പയർ 16 ഗ്രാം മതിയാകും. വള്ളിപ്പയർ നടുമ്പോൾ 2 മീറ്റർ ഉയരത്തിൽ പന്തൽ കെട്ടിക്കൊടുക്കണം. കിളച്ച് നിരപ്പാക്കി കുമ്മായവും അടിവളവും നൽകി തയ്യാറാക്കിയ മണ്ണിൽ നേരിട്ട് വിത്ത് നടാവുന്നതാണ്. തലേദിവസം കുതിർത്ത വിത്താണ് നടാൻ ഉപയോഗിക്കുന്നത്. മഴവെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ 30 സെന്റിമീറ്റർ വീതിയിലും 15 സെന്റിമീറ്റർ താഴ്ചയിലും 2 മീറ്റർ അകലവും നൽകി ചാലുകൾ കീറാറുണ്ട്. വരികൾ തമ്മിൽ 25 സെന്റിമീറ്ററും ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററും ഇടയകലം ഉണ്ടായിരിക്കണം. ഒരു കുഴിയിൽ 2 വിത്ത് വീതമാണ് സാധാരണ വിതറുക. വീട്ടുജോലികൾ കഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതികളിലും പങ്കെടുത്തിട്ട് ബാക്കിയുള്ള സമയമാണ് സമൃദ്ധി വനിതാ ഹരിത സംഘത്തിലെ സ്ത്രീ കൂട്ടായ്മ നിലത്തിലേക്ക് ഇറങ്ങുന്നത്. പയർ, വെണ്ട, വഴുതനങ്ങ, പാവലം, പടവലം, മത്തൻ, ചീര, വെള്ളരി തുടങ്ങിയ എല്ലാത്തരം കൃഷികളും ഇവർ നടത്തിവരുന്നുണ്ട്. എന്നാൽ തന്നെയും എല്ലാ സീസണിലും കൃഷി ഇറക്കാൻ കഴിയുന്നതും കുറഞ്ഞ കാലം കൊണ്ട് വിളവ് നേടിത്തരുന്നതും അധിക പരിചരണം ആവശ്യമില്ലാത്തതുമായ പയറു കൃഷിയാണ് ഇവർക്ക് കൂടുതൽ പ്രിയങ്കരം. വിത്തിറക്കാൻ പാകത്തിന് നിലമുഴുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള എല്ലാ പ്രവൃത്തികളും ഈ വീട്ടമ്മമാരാണ് ചെയ്യാറുള്ളത്. പയർ പടർത്തി വിടുന്നതിനുള്ള പന്തൽ കെട്ടാൻ മാത്രമാണ് ഇവർ പുറത്തുനിന്നും സഹായം തേടുന്നത്. അതിനാൽ തന്നെ കൃഷിപ്പണിക്ക് വേണ്ട കൂലികളൊന്നും തന്നെ ഇവർക്ക് നഷ്ടമാകുന്നില്ല. വിളവെടുക്കുമ്പോൾ അത് വാങ്ങാൻ ധാരാളം ഉപഭോക്താക്കളും ഇടനിലക്കാരും ഉണ്ടെങ്കിലും മാർക്കറ്റ് വിലയേക്കാൾ വളരെ തുച്ഛമായ വിലയാണ് പലപ്പോഴും സ്പോട്ടിൽ നിന്ന് ഇവർക്ക് ലഭിക്കാറുള്ളത്. ഈ നഷ്ടത്തെ അതിജീവിക്കാൻ കൃഷി വകുപ്പിന്റെ കീഴിൽ 8 ക്ലസ്റ്ററും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫെഡറൽ മാർക്കറ്റിംഗ് സംവിധാനം ഇവർ ആലോചിക്കുന്നുണ്ട്. പരമ്പരാഗതമായ കൃഷി രീതിയിൽ തന്നെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്.
അതിനുള്ള ശാസ്ത്രീയമായ ക്ലാസുകൾ കൃഷി വകുപ്പിൻ്റെ വിവിധ വിഭാഗങ്ങൾ ഇവർക്കായി സംഘടിപ്പിക്കാറുണ്ട്. പയറുചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ കടവാട്ടം, തണ്ടിൽ പുള്ളിക്കുത്ത്, ഇലവാട്ടം എന്നിവയാണ്. കൃഷി ചെയ്യുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് വഴി ജൈവ കീടരോഗം നിയന്ത്രിക്കാം. പയറിലുണ്ടാകുന്ന ചാഴി, പുഴു, മുഞ്ഞ, കായ്തുരപ്പൻ പുഴു എന്നിവയ്ക്കെതിരെ വേപ്പിൻ കുരു മിശ്രിതം, പുകയില കഷായം എന്നിവയാണ് പ്രയോഗിക്കുന്നത്. ജൈവ കീടരോഗ നിയന്ത്രണത്തിനാണ് പുകയില കഷായം പ്രധാനമായും ഉപയോഗിക്കുന്നത്. കീടനാശിനിയെ അകറ്റാൻ ഗ്രോണിം എന്ന ജൈവ കീടനാശിനി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. 10 മില്ലി ലിറ്റർ ഗ്രോണിം 9 ലിറ്റർ വെള്ളത്തിൽ കലക്കി നേർപ്പിച്ചാണ് ഇവർ പാടങ്ങളിൽ തളിക്കാറുള്ളത്. പച്ചക്കറിയുടെ പ്രധാന ശത്രുക്കളായ തണ്ടുതുരപ്പൻ, ഗാളീച്ച, ഇലപ്പുഴു എന്നിവയെ ഇതുമൂലവും അകറ്റാൻ സാധിക്കും. കേരളത്തിൽ ഇഷ്ടംപോലെ അനേകം ഭാര്യമാർ ഭർത്താക്കൾക്ക് പോയി കഴിയുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ കുറേ പേരുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കുന്ന ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ഇതിൽ ഇറങ്ങി രാവിലെ തൊട്ട്, അപ്പം നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല. നമ്മുടെ വീട്ടുകാര്യങ്ങൾ നടന്നു പോകും, കുട്ടികളുടെ കാര്യങ്ങളും നടന്നു പോകും. നമുക്ക് 10 പൈസ നമുക്ക് ഒരു കുഴപ്പവുമില്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ നമ്മുടെ ഒരു കാര്യത്തിന് ഒരു മുടക്കം വരുന്നില്ല. രാവിലെ ഇറങ്ങുന്നു, വൈകിട്ട് വീട്ടിൽ എത്തുന്നു. അപ്പം നമ്മുടെ സമയങ്ങൾ കൂടുതലും ഇതിനകത്ത് ചിലവഴിക്കുന്നതുകൊണ്ട് നമുക്ക് വേറൊന്നും ചിന്തിക്കാനേ നമുക്ക് സമയം കിട്ടുന്നില്ല. മറ്റുള്ള വേറുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ ഒന്നും നമുക്ക് സമയം കൊടുക്കുന്നില്ല. ഇതിലേക്ക് കൃഷിയും നമ്മളുമായിട്ട് കൂടുതലങ്ങ് ഇണങ്ങിച്ചേർന്ന് അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ഇത് കൃഷി ഉള്ളിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ചിന്തയിലേക്ക് കടന്നു പോകാനോ തോന്നിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും നല്ല രീതിയിൽ ഇതേപോലെ തന്നെ ചെയ്ത് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ദിവസത്തിൽ ബാക്കി കിട്ടുന്ന സമയം മണ്ണിലേക്ക് ഇറങ്ങുന്നതിനാൽ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം മികച്ച വരുമാനവും കരസ്ഥമാക്കാൻ ഇതുമൂലം കഴിയുന്നുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നു. കൃഷിയിലൂടെയുള്ള ജീവിതം ഇവർക്ക് ആരോഗ്യവും മനസുഖവും നൽകുന്നുണ്ടെന്നുള്ളതിന് ഇവർ തന്നെയാണ് സാക്ഷ്യം. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നത് ആരെന്നറിയാത്ത ഒരു സമൂഹം വളർന്നു വരുന്ന മലയാള മണ്ണിൽ കൃഷിയിലൂടെ അയൽക്കാരെയും അവരുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കി അത് പരിഹരിക്കാൻ സാധിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് സമൃദ്ധി വനിത ഹരിത സംഘത്തിന് കേരളത്തോട് പങ്കുവയ്ക്കാനുള്ളത്. ഈ പെൺകൂട്ടായ്മ കേരളത്തിൻ്റെ കാർഷിക വിളയ്ക്ക് ഒരു മുതൽക്കൂട്ടും മികച്ച മാതൃകയുമാണ്. സമൃദ്ധി വനിതാ ഹരിത സംഘം കേരളത്തിലെ തീന്മേശകളെ വിഷരഹിതമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു വരുന്നു. ആത്മരക്ഷയ്ക്ക് മാത്രമുള്ള കരുതലല്ല, ദേഹരക്ഷയ്ക്കും കരുതണം എന്ന ആപ്തവാക്യത്തെ ഹൃദയത്തിലേറ്റി കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി ധാന്യങ്ങളും പച്ചക്കറികളും പാലും മുട്ടയുമൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഒട്ടേറെ അനാഥരെ സംരക്ഷിക്കുന്ന ഒരു വൈദിക ജന്മം സാർത്ഥകമാകുന്ന നേർക്കാഴ്ചകളിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത്. ആത്മരക്ഷയ്ക്ക് മാത്രമുള്ള കരുതലല്ല, ദേഹരക്ഷയ്ക്കും കരുതണം എന്ന ആപ്തവാക്യം ജീവിതത്തിൽ സാർത്ഥകമാക്കിയ വൈദികരാണ് പ്രിൻസ് എന്നറിയപ്പെടുന്ന പാസ്റ്റർ ജേക്കബ് ജോസഫ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ നെടുമ്പ്രത്തുമലയിൽ പ്രവർത്തിക്കുന്ന ഗിൽഗാൽ ആശ്വാസ ഭവന്റെ ജീവനും ആത്മാവുമായ പ്രിൻസ് തന്റെ ജീവിതം ഒഴിഞ്ഞുവച്ചത് സുവിശേഷ വേലയ്ക്കായിരുന്നു. അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും വഴികളിൽ അദ്ദേഹത്തിന്റെ കരങ്ങൾ അശരണർക്ക് നേരെ നീണ്ടു. ഇന്ന് വ്യത്യസ്ത പ്രായക്കാരായ 300-ലേറെ വരുന്ന അനാഥരെ സനാഥരാക്കി നിന്ന മാറിയ സ്ഥലം എന്നർത്ഥം വരുന്ന ഗിൽഗാലിൽ അവരെ സംരക്ഷിച്ചു പോരുന്നു. അന്തേവാസികളുടെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിനുള്ള പച്ചക്കറികളും പാലും മറ്റും വൻ തുക കൊടുത്ത് മാർക്കറ്റിൽ നിന്നും വാങ്ങേണ്ടി വന്നപ്പോഴാണ് സ്വന്തമായി എന്തുകൊണ്ട് കൃഷി ചെയ്തുകൂടാ എന്ന ആശയം രൂപപ്പെട്ടത്. പിന്നീട് അന്വേഷണമായി. കാട് പിടിച്ചു കിടന്ന തരിശു നിലങ്ങൾ ആദ്യമൊക്കെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് വിജയം കണ്ടപ്പോൾ നല്ലവരായ നാട്ടുകാർ സ്ഥലം സൗജന്യമായി തന്നെ നൽകി തുടങ്ങി. ഇന്ന് ഇവിടെ വിവിധ പ്രദേശങ്ങളിലായി 10 ഏക്കറോളം സ്ഥലത്ത് സമ്പുഷ്ട കൃഷി നടന്നു വരുന്നു.
ലോകരക്ഷയും പ്രാർത്ഥനയുമായി കഴിയുന്ന പാസ്റ്റർ എങ്ങനെയാണ് ഈ കൃഷി എന്ന ആശയത്തിലേക്ക് വരാനുള്ള കാരണം? പ്രാർത്ഥനയും പ്രസംഗവും മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ബൈബിളിലൊരു വാക്യമുണ്ട്, ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്, ദേഹരക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു വാക്യമുണ്ട് യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ. അതായത് ഒരു സഹോദരന് അഹോവർത്തിക്ക് വകയില്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോയി തീ കായുക എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ആ മനുഷ്യന് അഹോവർത്തിക്ക് വേണ്ടി കരുതുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടി കരുതുന്നില്ലെങ്കിൽ എന്തു പ്രയോജനം എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ആത്മരക്ഷ പോലെ തന്നെ ദേഹരക്ഷയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആത്മരക്ഷയോടൊപ്പം തന്നെ വിശക്കുന്നവന് ആഹാരം കൊടുക്കുകയും നഗ്നന് വസ്ത്രം കൊടുക്കുകയും മുറിവേറ്റവനെ സാന്ത്വനം കൊടുക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രസാദകരമായ ഒരു കാര്യമാണ്. അതിൽ സമൂഹത്തോട് നമുക്കൊരു പ്രതിപത്തി എക്കാലം ഉണ്ട്. ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത് സമൂഹത്തോടുള്ള പ്രതിപത്തിയാണ്. അതിനുവേണ്ടിയാണ് ഗിൽഗാൽ ആശ്വാസഭവൻ തുടങ്ങിയത്. അതെ അതെ അതെ. വിശക്കുന്നവർക്ക് ആഹാരവും അനാഥർക്ക് സംരക്ഷണവും ഒക്കെ നൽകാൻ ഒരു പ്രചോദനമുണ്ടായി. ഈ ഗിൽഗാൽ എന്ന് പറഞ്ഞ പേരിടാനുള്ള കാര്യം എന്താ? ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലമെന്നാണ്, ബൈബിൾ വാക്യമാണ്. കൃഷി എത്ര ഏക്കർ സ്ഥലത്തിനകത്താണ് കൃഷി ചെയ്യുന്നത്? മൊത്തം ഇപ്പോൾ ഒരു 10 ഏക്കർ സ്ഥലത്ത് കൃഷിയുണ്ട്. അതെങ്ങനെയാ, പാട്ടത്തിനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഭൂമിയാണോ? എങ്ങനെയാ ഈ ഭൂമി? പാട്ടത്തിനും നമ്മൾ വാങ്ങിക്കും. ചിലർ പറയും പാട്ടമൊന്നും തരണ്ട, ഗിൽഗാൽ ആശ്വാസത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ കൃഷി ചെയ്തോളാൻ പറയും. അപ്പം അങ്ങനെ സുമനസ്സുകൾ തരുന്ന സ്ഥലമാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ആ സ്ഥലങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് അവിടെ വൃത്തിയാക്കി കൃഷി ചെയ്യും. ഓക്കെ. ഈ വിത്ത് എങ്ങനെയാണ് ഇവിടുത്തെ ഇത് കൃഷിക്ക് വേണ്ടി അനുയോജ്യമായ ഭൂമി എങ്ങനെയാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്? ഞങ്ങൾക്ക് ഒരു പുൽക്കട്ടർ മെഷീനുണ്ട്, പിന്നെ ഒരു ഡ്രില്ലറുണ്ട്. അപ്പം 2-3 ജോലിക്കാരുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ആദ്യം ഞങ്ങൾ ഏത് സ്ഥലം എടുത്താലും മെഷീൻ അടിച്ച് കാട് കളയും. എന്നിട്ട് ഞങ്ങൾ ഡ്രില്ലർ വെച്ച് അത് ഒന്ന് ഇളക്കും. ഇളക്കിയതിന് ശേഷം സിസ്റ്റമാറ്റിക്കലായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതായത് ഏതൊരു കൃഷി ചെയ്താലും അതൊരു അളവിലാണ് ചെയ്യുന്നത്, അല്ലാതെ ചുമ്മാ നമ്മൾ കുഴിയെടുത്ത് വെക്കുകയല്ല. ഇപ്പം പച്ചക്കറി കൃഷി ആയാലും പയറായാലും പടവലമായാലും എൻ്റെ കൂടെ ഒരു പ്രസാദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇവിടുത്തെ കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എൻ്റെ കൂടെ ഞാൻ വിളിക്കുമ്പോഴെല്ലാം വരും. അപ്പം ഞങ്ങളൊരു ചരട് കണക്കാക്കിയിട്ട് 7 അടി 14 അടി ഇങ്ങനെ ഒരു കണക്ക് വെക്കും. എന്നിട്ട് ആ കണക്ക് വെച്ച് ചരടടിച്ചിട്ടാണ് ആ ഡിസൈനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാനും എളുപ്പമാണ്, കാണാനും നല്ലതാണ്, വിളവെടുക്കാനും നല്ലതാണ്. ആ ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. കട്ടർ മെഷീൻ കൊണ്ട് നിലങ്ങളിലുണ്ടായിരുന്ന കാട് തെളിച്ച് ഡ്രില്ലർ കൊണ്ട് മണ്ണിളക്കി നിലമൊരുക്കി തികച്ചും ശാസ്ത്രീയമായ കാർഷിക രീതി തന്നെയാണ് ഇവിടെ അവലംബിച്ചത്. കൃത്യതയാർന്നതും മികവുറ്റതുമായ പരിപാലനത്തിൽ പയറും പാവലും പടവലവും കോവലും വെള്ളരിയും ഒക്കെ തഴച്ചു വളർന്ന് സമൃദ്ധമായ വിളവ് തന്നെ കാഴ്ചവെച്ചു. വിവിധതരം വാഴകളും മികച്ച ഫലം തന്നു. ശാസ്ത്രീയമായ കാർഷിക വീക്ഷണത്തിന്റെ മികവ് ഗിൽഗാൽ കൃഷിത്തോട്ടങ്ങളിൽ ദൃശ്യമാണ്. പ്രത്യേക അകലങ്ങളിൽ കയർ കെട്ടിത്തിരിച്ച് വിത്തുപാകയാണ് ചീര കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് ചീരയുടെ പരിചരണത്തിനും ഗുണപ്രദമായ വളർച്ചയ്ക്കും വിളവെടുപ്പിനും സഹായകരമാകുന്നു. GI പൈപ്പ് ഉപയോഗിച്ച് 7 അടി ഉയരത്തിൽ തീർത്ത പന്തലുകളിലാണ് പാവലും പടവലവും തുടങ്ങി മറ്റു വള്ളി വീശി പടരുന്ന പച്ചക്കറി ഇനങ്ങളും പടർന്നു കയറുന്നത്. കൃഷിവകുപ്പിന്റെ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും തന്റെ ശാസ്ത്രീയ കാർഷിക വൃത്തിക്കായി ലഭിച്ചു പോരുന്നു. പ്രതിദിനം പച്ചക്കറികളോടൊപ്പം തന്നെ പോഷകപ്രദമായ പാലും മുട്ടയും ഇറച്ചിയും ആശ്വാസഭവനിലെ അന്തേവാസികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പശു വളർത്തൽ, ആടുവളർത്തൽ, മുട്ടക്കോഴി വളർത്തൽ തുടങ്ങിയ മേഖലകളിലേക്കും ആശ്വാസഭവൻ കടന്നു ചെന്നത്. ഇന്ന് 15ഓളം മികച്ച പാലുൽപാദന ശേഷിയുള്ള പശുക്കൾ ഗിൽഗാലിലെ തൊഴുത്തിലുണ്ട്. പാലിനും ഇറച്ചിക്കും പേരുകേട്ട മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളും ഗിൽഗാലിൽ വളരുന്നു. ആട്ടിൻകൂടുകൾ മുകളിലെ നിലയിലും പശുക്കളെ താഴെയുള്ള ഭാഗത്തുമായി സംരക്ഷിക്കുന്ന തരത്തിലുള്ള തൊഴുത്താണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പശുക്കൾക്കായി CO3 ഇനത്തിൽപ്പെടുന്ന തീറ്റപ്പുല്ലും ഗിൽഗാലിലെ കൃഷിയിടങ്ങളിൽ വളരുന്നു. ഗിൽഗാനിലെ പശുക്കളേകുന്ന സംശുദ്ധമായ പാലിൽ ആശ്വാസഭവനിലേക്ക് ആവശ്യമായത് എടുത്ത ശേഷം ബാക്കിയുള്ളവ സമീപ ഭവനങ്ങളിലും മിൽക്ക് സൊസൈറ്റിയിലുമായി വിൽക്കുന്നു.
വിവിധതരം മുട്ടക്കോഴികൾ, ഇറച്ചിക്കോഴികൾ, വാങ്കോഴികൾ തുടങ്ങിയവ ഗിൽഗാലിലെ കോഴി ഇനങ്ങളായും നിരയിടുന്നു. പ്രിൻസിന്റെ കാർഷിക താൽപ്പര്യത്തിന്റെയും കാർഷിക വീക്ഷണത്തിന്റെയും പ്രതിഫലനമായി ഇന്നീ ഫാം പത്തനംതിട്ട ജില്ലയിലെ മികച്ച മാതൃകാ ഫീൽഡ് ലെവൽ മിക്സഡ് HH ഫാം എന്ന അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നു. മാലിന്യങ്ങൾ ഒട്ടും തന്നെ ഗിൽഗാലിലെ ആശ്വാസ ഭവനിലോ കൃഷിയിടങ്ങളിലോ ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത. ഇവിടെ പൂർണ്ണമായ ഒരു മാലിന്യ നിർമ്മാർജ്ജന തലം എന്തെന്ന് സമൂഹത്തിന് കാട്ടിത്തരിക എന്ന ധർമ്മം കൂടി അനുഷ്ഠിക്കുകയാണ് ഈ സുവിശേഷകാരൻ. അന്നന്ന് വിളയുന്ന പച്ചക്കറി ഇനങ്ങളും മറ്റും തനിമ ചോരാതെ അന്നന്ന് തന്നെ ആശ്വാസ ഭവനിൽ ഭക്ഷ്യവിഭവങ്ങളായി വിളമ്പണമെന്ന ലക്ഷ്യത്തോടെ രാവിലെ 7:15 കൃഷിത്തോട്ടങ്ങളിൽ നിന്നും പച്ചക്കറി വിളകൾ ശേഖരിക്കുന്നു. ആശ്വാസ ഭവനിലേക്ക് ആവശ്യമായവ വാഹനത്തിൽ കയറ്റിയ ശേഷം ശേഷിക്കുന്നവ ജൈവ പച്ചക്കറിയിൽ ആകർഷകരായി വരുന്നവർക്ക് തോട്ടത്തിൽ വെച്ച് തന്നെ വിൽക്കുന്നു. ഗിൽഗാലിലെ ജൈവ പച്ചക്കറിത്തോട്ടം കണ്ട് ആളുകൾ അവിടെ നിന്നും വിളയിനങ്ങൾ വാങ്ങാനെത്തുന്നത് ഇരവിപേരൂരിലെ പതിവ് കാഴ്ചയാണ്. മണ്ണിന്റെ പ്രത്യേകതയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും തിരിച്ചറിഞ്ഞ് ഗുണമുള്ള വിത്തുകളും നടീൽ വസ്തുക്കളുമായി ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ കൃഷി ഒരു വൻ വിജയം തന്നെയെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. മികച്ച സമ്മിശ്ര കർഷകനുള്ള ആത്മാ അവാർഡും മികച്ച മൃഗസംരക്ഷണത്തിനുള്ള ജില്ലാതല പുരസ്കാരവും പ്രിൻസിനെ തേടിയെത്തി. പരിശ്രമശാലിയായ മനുഷ്യന് മുൻപിൽ ഭൂമി തരിശായി കിടക്കില്ലെന്നും കൃഷിഭൂമിയിലെ ഓരോ വിളയും പരത്തുന്ന ചൈതന്യം ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ആനന്ദവുമേകുന്നുവെന്ന് ഈ കർഷകൻ പറയുമ്പോൾ കൃഷിഭൂമിയിലെ ആ സുവിശേഷം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന മനസ്സുകളെ നയിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഞണ്ട് വളർത്തലിന് ധനസഹായം നൽകും. കന്നുകുട്ടി തീറ്റ എല്ലാ മാസവും 25-ന്. സർക്കാർ ഫാമുകളിൽ നടീൽ വസ്തുക്കൾ വിതരണത്തിൽ. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. മത്സ്യസമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞണ്ട് വളർത്തുവാൻ ഫിഷറീസ് വകുപ്പ് ധനസഹായം നൽകുന്നു. യൂണിറ്റ് 1-ന് 12,500 രൂപയുടെ ധനസഹായം നൽകും. കല്ലുമേക്കായി കൃഷി നടത്തുന്നതിനും ഫിഷറീസ് വകുപ്പ് ധനസഹായം നൽകുന്നുണ്ട്. 25 ചതുരശ്ര മീറ്റർ കല്ലുമേക്കായി കൃഷിക്ക് 2,500 രൂപ വ്യക്തിഗത സഹായം നൽകും. സ്വയം സഹായ സഹകരണ സംഘങ്ങൾക്ക് 4 യൂണിറ്റിന് വരെ സഹായം ലഭ്യമാണ്. ഞണ്ട്, കല്ലുമേക്കായ എന്നിവ വളർത്തുന്നതിന് താൽപ്പര്യമുള്ള കർഷകർ ഫിഷറീസ് വകുപ്പിന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതിയിലൂടെ മൃഗസംരക്ഷണ വകുപ്പ് കന്നുകുട്ടികൾക്ക് നൽകി വരുന്ന തീറ്റ ഇനി മുതൽ കൊല്ലം ജില്ലയിൽ എല്ലാ മാസവും 25-ാം തീയതി നൽകുന്നതാണ്. ജില്ലയിൽ 7,000-ഓളം പശുക്കുട്ടികൾക്ക് തീറ്റ നൽകുന്നുണ്ട്. 126 ക്ഷീരസംഘങ്ങൾ വഴി വിവിധ ദിവസങ്ങളിലായി നൽകിക്കൊണ്ടിരിക്കുന്ന കന്നുകുട്ടി തീറ്റയാണ് എല്ലാ മാസവും 25-ന് നൽകുന്നത്. കർഷകർ 25-ാം തീയതി തന്നെ തീറ്റ കൈപ്പറ്റണമെന്ന് കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ വിവിധ ഇന്റഗ്രേഷൻ ഫാമുകളിൽ വളർത്തിയെടുത്ത 45 ദിവസം പ്രായമായ ഇറച്ചിക്കോഴികൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. 500 കോഴിക്ക് മുകളിൽ ആവശ്യമുള്ളവർ മുൻകൂറായി വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 9562015277. കൊല്ലം ജില്ലയിലെ 250-ഓളം മൃഗസംരക്ഷണ സ്ഥാപനങ്ങളിൽ കോഴി വസന്തയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു. എല്ലാ ശനിയാഴ്ചയുമാണ് പ്രതിരോധ കുത്തിവയ്പ്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രികളിലും ICDP ഉപകേന്ദ്രങ്ങളിലും എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണിക്ക് കുത്തിവയ്പ് ആരംഭിക്കും. കോഴി വളർത്തൽ കർഷകർ പ്രതിരോധ കുത്തിവയ്പ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം പെരിങ്ങമല അഗ്രി ഫാമിൽ വിവിധ ഇനം നടീൽ വസ്തുക്കൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. പ്ലാവ്, സപ്പോട്ട, ചെറി, മാവ് എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളും വിവിധ തരം പച്ചക്കറി വിത്തുകളും വിവിധ അലങ്കാര തൈകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0472 284 6488. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് നെൽകർഷകർക്ക് നൽകുന്ന കാർഷിക നിർദ്ദേശങ്ങൾ. ഒന്നാം വിള നെല്ല് പാടത്തേക്ക് പറിച്ചു നടുന്ന സമയമാണിപ്പോൾ. പറിച്ചു നടുന്ന സമയത്ത് മധ്യകാല മൂപ്പുള്ള ഇനങ്ങൾക്ക് സെന്റിന് 400 ഗ്രാം യൂറിയ, 900 ഗ്രാം മസൂറി ഫോസ്, 150 ഗ്രാം പൊട്ടാഷ് എന്നീ വളങ്ങളും, ഹ്രസ്വകാല മൂപ്പുള്ള ഇനങ്ങൾക്ക് സെന്റിന് 400 ഗ്രാം യൂറിയ, 700 ഗ്രാം മസൂറി ഫോസ്, 120 ഗ്രാം പൊട്ടാഷ് എന്നീ വളങ്ങളും അടിവളമായി ചേർത്ത് നൽകണം. പൊട്ടാഷ് വളപ്രയോഗം കുമ്മായം ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാടുള്ളൂ. വാഴ ഇനങ്ങളുടെ മേൽത്തരം നടീൽ വസ്തുക്കളും ടിഷ്യൂ കൾച്ചർ തൈകളും ജൈവ കൃഷിക്ക് അനുയോജ്യമായ ജൈവ കുമിൾ കീടനാശിനികളും ജൈവവളങ്ങളും കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 20 99 087. കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര കൊക്കോ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഹൈബ്രിഡ് കൊക്കോ തൈകൾ ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്കും കൊക്കോ തൈകളുടെ ലഭ്യതയെക്കുറിച്ചും അറിയുന്നതിനും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 243 8491. മറ്റൊരു നമ്പർ 9495 46 3927. അതിയന്നൂർ ക്ഷീരവികസന ഓഫീസ് പരിധിയിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതിന് ക്ഷീരവികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. 1 സെന്റ് സ്ഥലത്തിന് 6 രൂപ നിരക്കിൽ രജിസ്ട്രേഷൻ ഫീസ് നൽകണം. അപേക്ഷ ജൂൺ 30 മുൻപായി അതിയന്നൂർ ക്ഷീരവികസന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെ വെജിറ്റബിൾ ക്ലസ്റ്റർ പദ്ധതി പ്രകാരം 10 സെന്റോ അതിൽ കൂടുതലോ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷകരിൽ നിന്നും ആറ്റിങ്ങൽ കൃഷിഭവൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ കൃഷിഭവനിൽ ജൂൺ 30 മുൻപായി നൽകണം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 14,900 രൂപ, കോഴിക്കോട് 15,500 രൂപ, തൃശ്ശൂരിൽ 15,000 രൂപ. കൊപ്ര കൊച്ചിയിൽ 10,300 രൂപ, കോഴിക്കോട് 10,350 രൂപ, തൃശ്ശൂരിൽ 9,970 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,600 രൂപ, ഗാർബിൾഡ് 73,100 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ സേലം 7,000 രൂപ, ഈറോഡ് 7,200 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 14,300 രൂപ, 4 ഗ്രേഡ് 14,800 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 14,300 രൂപ, 4 ഗ്രേഡ് 14,800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 14,900 രൂപ, കൊപ്ര 10,300 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,600 രൂപ, ഗാർബിൾഡ് 73,100 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 240-നും 250-നും മധ്യേ. തൊണ്ടില്ലാത്തത് 400-നും 450-നും മധ്യേ. ജാതിപത്രി 800-നും 900-നും മധ്യേ. ഗ്രാമ്പൂ 900-നും 1,070-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 14,300 രൂപ, 4 ഗ്രേഡ് 14,800 രൂപ. ഒട്ടുപാൽ 10,200 രൂപ, ലാറ്റക്സ് 11,800 രൂപ. കമ്പോള അവലോകനം. റബ്ബർ കൂടുതൽ മികവിനുള്ള തയ്യാറെടുപ്പിലാണ്. രാജ്യാന്തര തലത്തിൽ റബ്ബറിന്റെ ഉണർവ് കണ്ട് ആഭ്യന്തര വ്യവസായികൾ തുടർച്ചയായ 2ാം ദിവസവും ഷീറ്റ് വില ഉയർത്തി. മഴ മൂലം ഇന്ന് പല ഭാഗങ്ങളിലും ടാപ്പിംഗ് തടസ്സപ്പെട്ടതിനാൽ സ്റ്റോക്കിസ്റ്റുകൾ കാര്യമായി ചരക്കിറക്കിയില്ല. ഷീറ്റിന്റെ ലഭ്യത ചുരുങ്ങിയതോടെ 4ാം ഗ്രേഡ് 14,800-ലേക്ക് ഉയർന്നു. വിദേശ മാർക്കറ്റുകൾ 2 മാസത്തിനിടയിലെ ഉയർന്ന വിലയാണ്. കാർഷിക മേഖലകളിൽ നിന്നുള്ള കുരുമുളക് നീക്കം ചുരുങ്ങിയത് ആഭ്യന്തര വാങ്ങലുകാരെ സമ്മർദ്ദത്തിലാക്കി. 1,100 രൂപ വർദ്ധിച്ച്
73,100 രൂപയിലാണ് ഗാർബിൾഡ് കുരുമുളകിന്റെ ഇടപാട് തുടങ്ങിയത്. കുരുമുളക് റെക്കോർഡ് പ്രകടനത്തിനുള്ള ഒരുക്കത്തിലാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ മലബാർ കുരുമുളക് വില ടണ്ണിന് 13,050 രൂപ രേഖപ്പെടുത്തുന്നു. ഏലക്കയുടെ ലഭ്യത ചുരുങ്ങിയതോടെ ലേലകേന്ദ്രങ്ങളിൽ വീറും വാശിയും വർദ്ധിച്ചു. കൊച്ചി ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 1,076 രൂപയിലും ശരാശരി ഇനങ്ങൾ 776 രൂപയിലുമാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് ലേലത്തിനെത്തിയ 46,736 കിലോ ഏലക്കയും ലേലം കൊണ്ടു. നാളികേര ഉൽപ്പന്നങ്ങൾ മികവ് നിലനിർത്തി. വെളിച്ചെണ്ണ 14,900-ലും കൊപ്ര 10,300-ലും രേഖപ്പെടുത്തി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.6, 24.7. കൊച്ചി 32.2, 24.2. ആലപ്പുഴ 31.9, 27. പുനലൂർ 33, 23.8. തിരുവനന്തപുരം കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.